ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇപ്പൊ ഞങ്ങള് മുജാഹിദുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങള്, അതായത് ഞങ്ങളുടെ നേതൃത്വത്തിന് പറ്റിയൊരു തെറ്റ്. ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല അവരോട്, ഒരു പശ്ചാത്തപിച്ച് മരിച്ചാൽ നന്ന്, അല്ലേ കട്ടപ്പുകയ കാര്യം. KNM നേതാക്കന്മാര് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ കട്ടപ്പുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച നേതാക്കന്മാരാണ് ഇപ്പൊ KNM നേതാക്കന്മാർ എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഞാനിവിടെ കുറെ വിഷയം അവതരിപ്പിച്ചു, അതിനോട് ഏഡ് ചെയ്തിട്ടാ പറയുന്നു. ഞങ്ങള്, അതായത് ഈ പരിപാടി വെച്ചവര്, മതം സുരക്ഷയാകുന്നു, മതം സമാധാനാകുന്നു എന്നാണ് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രമേയം. നല്ല പ്രമേയമാണ്, പക്ഷെ നിങ്ങൾക്ക് പറ്റൂല എന്ന് മാത്രം, അത് വേറെ വിഷയം. പക്ഷേ മതം സുരക്ഷയാകുന്നു എന്ന് അവതരിപ്പിക്കുന്ന ഞങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളായ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്നാണ് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്, പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് പറയുന്നത്. പച്ച നുണ, നാം അനക്കിയ കളവേ പറയും. ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്നവരാണ്. കടലിൽ മുങ്ങിയ ജിന്നിനെ വിളിക്കും, അതുപോലെ മരുഭൂമിപ്പെട്ട ജിന്നിനെ വിളിക്കും. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ വാദപരിവാദം നടത്തി. ഈ സംഘടനയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായി. നുണ, കളവ്, പടച്ചോനെ പേടിയില്ലായ്മ, പരലോക ബോധമില്ലായ്മ. ഞങ്ങൾ പറയണ വ്യക്തി തൗഹീദ് ഓല എല്ലാവരും കൂടി ഓല ആയുസ്സിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. ഏത് KNM കുറെ പ്രഭാഷകന്മാരുണ്ട്. ഓല എല്ലാവരും കൂടി ഓല ആയുസ്സിനിടയിൽ ജീവിതത്തിൽ ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞ തൗഹീദ് ഒരു പറഞ്ഞിട്ടില്ല. അതാ സത്യം. ഞങ്ങൾ പറയണ എന്തറിയോ, ഒരു സൃഷ്ടിയുടെ മുമ്പിലും ഒരു കാരണവശാലും ആരാധന പാടില്ല എന്നാ. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ജിന്നിനെ വിളിക്കാം എന്നതായിരുന്നു ഇസ്ലാമിന്റെ വിധിയെങ്കിൽ അത് പറയാൻ ഒരു KNM ഞങ്ങൾ മടിക്കൂല. ഒരു KNM പറയും ഞങ്ങള് ജിന്നിനെ വിളിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ വിശ്വാസമില്ല, കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല. വെറുതെ പറയാണ്, നുണ പറഞ്ഞാണ്. ഒന്നുമില്ല, പള്ളി വേണം, അവർക്ക് ആധാരം വേണം, ഭൂമി വേണം. പല സ്ഥലത്തും പാവപ്പെട്ടോലെ അധ്വാനിച്ച് 22 സെന്റൊക്കെ വാങ്ങിക്കൊടുത്തു. സാധുക്കള് ഓലൊക്കെ ചിന്നൂരിന്ന് വിളിച്ച് പുറത്താക്കി അതിന്റെ ആധാരവും കച്ചത്തെത്ത് ഉളുപ്പില്ലാണ്ട് കിടന്നുറങ്ങുകയാണ്. മനസ്സിലായോ? മനുഷ്യനാണെ മാന്യത വേണം, അവനാൻ അധ്വാനിച്ചാണേ വേണ്ടിയില്ല. പാവപ്പെട്ടോലെ അധ്വാനിച്ച് റൈസ് ചെയ്ത് ഉണ്ടാക്കിയ നശത്ത് ഞങ്ങൾ അങ്ങ് എടുക്കുകയും. എങ്ങനെയുണ്ട്? പടച്ചോനെ കുറച്ചൊക്കെ നിങ്ങൾക്ക് പേടിക്കുക. നെഞ്ചത്ത് കൈവച്ചാ പോരാ, നെഞ്ചിലാ വെക്കണെന്ന് ബോധം ഉണ്ടാവണം. അതില്ല, ഞാൻ വെറുതെ പറയല്ല. ഞങ്ങൾ ഒരു ബിദ്അത്ത് കൂടെ പഠിപ്പിച്ചിട്ടില്ല. എന്നാ പറ, ഒരു ബിദ്അത്ത് ചൂണ്ടിക്കാണിക്ക്. പ്രമാണത്തിലില്ലാത്ത ഒരു ബിദ്അത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നോട്ട പറയാണ്, കളവ് പറയാണ്. മനസ്സിലായോ? ഞങ്ങൾ ആരോട് വരണം പറയാനേ പറയാൻ നല്ല ധൈര്യമുള്ള ആളാ ഞങ്ങളൊക്കെ. എന്തൊക്കെ ഇവിടെ പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു കാര്യം ജിന്നിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് പറയാൻ. ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഒരു ദർഗയിൽ പോയി ശിർക്കിന്റെ പ്രവൃത്തി ചെയ്തു. അത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പുറത്താക്കി. പിന്നല്ലേ ഒരു ആശയം പറയാൻ മടിക്കുക ഞങ്ങള്. ജിന്നിനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് വിളിക്കാൻ വകുപ്പുണ്ടായിരുന്നെങ്കിലേ അത് പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളിവിടെ താടി നീട്ടേണ്ടതിന് പ്രാധാന്യം പഠിപ്പിച്ചവരാ ഞങ്ങള്. ഈ ഉമ്മത്തിനെ കൊണ്ട് സംഗീതം നിർത്തിച്ചവരാ ഞങ്ങള്. ഈ ഉമ്മത്തിന്റെ തുണി നരയോണിയുടെ മേലെ കേട്ടുപിടിപ്പിച്ചവരാ ഞങ്ങള്. പെണ്ണുങ്ങളെ മറയ്ക്കാൻ പഠിപ്പിച്ചവരാ ഞങ്ങള്. ജിന്നിനെ വിളിക്കൽ എന്നുള്ള രൂപം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളെ പേടിക്കുന്നില്ല. ഞങ്ങള് പഠിപ്പിച്ചേനെ, പക്ഷെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുക. എന്തൊക്കെ ആരോപണം പറഞ്ഞാലും എന്തൊക്കെ വൃത്തികേടുകൾ ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്.